അപ്പൊ എന്തായാലും കുറച്ച് പേടിച്ചൊക്കെ ഇല്ലേ? അതെ, നമുക്കൊരു പാട്ടിലോട്ട് കിടക്കാം. ഓക്കെ. ഏത് പാട്ടാണ്? ഒരു തമിഴ് പാട്ട്. ഇളയരാജ സാർ പാടിയ ഒരു പാട്ട്. புது மாப்பிளைக்கு நல்ல யோகமடா, அந்த மணமகள் தான் வந்த நேரமடா. புது மாப்பிளைக்கு நல்ல யோகமடா, அந்த மணமகள் தான் வந்த நேரமடா. பொண்ணு ஓவியம் போல் இருப்பா இருப்பா, குளிரோடைய போல் நடப்பா நடப்பா, கல கலப்பா அவ சிரிப்பா கதவடிப்பா. புது மாப்பிளைக்கு நல்ல யோகமடா, அந்த மணமகள் தான் வந்த நேரமடா. சிங்கம் புலி கூட ஜோடி ஒண்ணு தேட, தன்னன் தனியாக நானும் இங்கு வாழ. வந்தால் அந்த தோரைதான், தந்தால் ஒரு ஆசைதான். என்னாலும் நான் சான் பிள்ளைதான், ஆனாலும் ஓரான் பிள்ளைதான். என்னோடு பூத்தேன் முல்லைதான், உல்லாசமாயாடத்தான். காதல் மோதிரம் கைகளில் போட்டவள் அவள்தான், எனக்கு என்ன பிறந்தாளே என்ன நினைச்சா பரிதவிச்சா துடி துடிச்சா. புது மாப்பிளைக்கு நல்ல யோகமடா, அந்த மணமகள் தான் வந்த நேரமடா. சின்ன விழி மீனு சொல்லும் மொழி தேனு, கண்ணி ஒரு மானு கையணைக்க நானு. குள்ளமணி நீயாட கொஞ்சம் கிளி நீ கூட. கல்யாணம் தான் மாசி மாசம், நாதஸ்வர மேளத்தாளம் வந்தாச்சுங்க காலம் நேரம், ஊர்கோலமாய் போகத்தான். மாலை சூடிட மாப்பிள்ளை ஆகிட, உனக்கோர் துணைதான் கிடைச்சாச்சு. என்ன நினைச்சா பரிதவிச்சா துடி துடிச்சா. புது மாப்பிளைக்கு நல்ல யோகமடா, அந்த மணமகள் தான் வந்த நேரமடா. பொண்ணு ஓவியம் போல் இருப்பா இருப்பா, குளிரோடைய போல் நடப்பா நடப்பா, கலகலப்பா அவ சிரிப்பா கதவடிப்பா. புது மாப்பிளைக்கு நல்ல யோகமடா, அந்த மணமகள் தான் வந்த நேரமடா. புது மாப்பிளைக்கு நல்ல யோகமடா, அந்த மணமகள் தான் வந்த நேரமடா. റോമാന് വഴിതെറ്റിപ്പോയിട്ട് ഒരു യക്ഷിയുടെ അടുത്ത് ചെന്ന് പെട്ടു എന്നൊക്കെ ആയിരുന്നു. വേറെ രീതിയിൽ ചോദിച്ചതേ ഉള്ളൂ. യക്ഷി മനുഷ്യയക്ഷിയാണോ ശരിക്കുള്ള യക്ഷിയാണോ? അത് റഹ്മാൻ പറയട്ടെ. അതൊരു ചർച്ചിലെ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു. അപ്പം നമ്മൾ വന്നു, പക്ഷേ വഴി തെറ്റിപ്പോയി.
വഴിതെറ്റി കുറേ ദൂരം ഓടിച്ച് കടപ്പുറ സൈഡൊക്കെയാണ്. അത് നിങ്ങളുടെ ഗ്രൂപ്പാണോ അതോ? ഇല്ല, ഞാനും ഒരു ഗിറ്റാറിസ്റ്റും ഉണ്ട്, പിന്നെ ഒരു ഫീമെയിലും അവരുടെ ഫാദറും ഉണ്ട്. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക വഴിതെറ്റി ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ല, വിജനമായ ഒരു സ്ഥലത്ത് എത്തി ചെന്ന്. അപ്പോൾ അങ്ങോട്ട് പിന്നെ റോഡും ഇല്ല. പിന്നെ വീണ്ടും തിരിച്ചു നിർത്തിയപ്പോൾ അവിടുന്ന് ഒരു ഷൂട്ട് ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാണ് അതോ ഒരാൾ വരുന്നുണ്ട്, നമുക്ക് ചോദിക്കാമെന്ന്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് വിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുകയാണ് ഫ്രണ്ടിൽ. ചോദിച്ചു, ചേട്ടാ സിറ്റിയിലേക്കുള്ള വഴി ഏതാ? അവരവിടെ തിരിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ലിസ സിനിമയില് മുഖം പോലെയൊക്കെ ഒരു സ്ത്രീ ആയിരുന്നു. ശരിക്കും ദൈവസത്യം. വെള്ളയായിരുന്നു. വെള്ളയും വെള്ളയാണ്. ഒരു ചൂട്ട് പോലെ സാധനം കത്തിച്ച ഒരു പട്ടിയുണ്ട് കൂടെ. പട്ടി? അവനത് തന്നെ. അതിങ്ങനെ വരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു സിറ്റിയിലേക്കുള്ള വഴി എങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഇങ്ങനെ നോക്കിയപ്പോഴാണ് അണ്ണാ വിട്ടോന്ന് പറഞ്ഞു. ഏതുവഴിയൊക്കെ കൂടെ അവസാനം വേറെ ഏതൊരു നാടക ട്രൂപ്പിന്റെ വണ്ടി വന്ന് അവരുടെ കൂടെയാണ് പോയത്. അങ്ങനെ ശരിക്കും ജീവിതത്തിൽ യക്ഷിയെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യക്ഷിയാണോ എന്ന് എനിക്കറിയില്ല, യക്ഷിയാണോ എന്നറിയില്ല. പക്ഷെ എനിക്ക് എന്നാലും ഇത്രയും വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു പട്ടിയും കൊണ്ട് ചൂട്ടും കത്തിച്ച് വെള്ളയും അതാണ് ഞാൻ ചോദിക്കാൻ. എന്തായാലും എല്ലാ ഭാഗ്യങ്ങളും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമൃത TV നൽകുന്ന ഒരു ആദരമുണ്ട്, ഒരു ആദരവ്. അത് ഔസേപ്പച്ചൻ ചേട്ടൻ നൽകുന്നു. ഓക്കെ. അമൃത TV നൽകുന്ന ഒരു ആദരവാണ് ചേട്ടാ, പ്ലീസ്.